ഹായ്, എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു UPSന്റെ പഴയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മളൊരു 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജർ നിർമ്മിക്കുന്ന ഒരു വീഡിയോയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് പറയാം. അതിൻ്റെ ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ എപ്പോഴും ഇതിൻ്റെ ആവൃത്തി മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പോകുന്നതാണ്. അതായത് സെക്കൻഡിൽ 50 തവണ ഇതിൻ്റെ ആവൃത്തി മാറും. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയൊക്കെ പുറത്ത് എഴുതിയേക്കുന്നതാണ് ഇൻപുട്ട് 50 to 60 ഹെഡ്സ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 50 ഹെഡ്സാണ്. അതുപോലെ വേറെ ചില രാജ്യങ്ങളിൽ 60 ഹെഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരേപോലെ തന്നെയായിരിക്കും അതിൻ്റെ ആവൃത്തി. നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഡയറക്റ്റ് കറണ്ടാണ്. ഒരേ രീതിയിലായിരിക്കും അതിൻ്റെ വോൾട്ടേജ് അല്ല അതിൻ്റെ ഔട്ട്പുട്ട്, അതിന് ആവൃത്തി മാറുന്നില്ല. ഇനി ട്രാൻസ്ഫോമർ എന്താണെന്ന് പറയാം. ട്രാൻസ്ഫോമറിൻ്റെ ഒരു സിമ്പലാണിത്. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഒരു കൂടിയ വോൾട്ടേജിനെ കുറഞ്ഞ വോൾട്ടേജ് ആക്കുകയോ കുറഞ്ഞ വോൾട്ടേജിനെ കൂടിയ വോൾട്ടേജ് ആക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടാൻ പറ്റുകയുള്ളൂ. ഇപ്പം ട്രാൻസ്ഫോമറിലേക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിടുമ്പോൾ അതിൻ്റെ പ്രൈമറി കോയിൽ അതൊരു കമ്പി ചുരുളാണ്. അതായത് ചെമ്പ് കമ്പി ഇരുമ്പ് കോറിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ഈ സെക്കൻഡിൽ 50 തവണ മാറുന്നത് കൊണ്ട് തന്നെ ഈ കാന്തിക മണ്ഡലവും സെക്കൻഡിൽ 50 തവണ മാറും. അപ്പം അതിൻ്റെ സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആ ഇരുമ്പ് കോറിൽ തന്നെ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കമ്പി ചുരുളാണ്. അപ്പോൾ ഈ കമ്പി ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് പോലെ തന്നെ വെറുതെ ഇരിക്കുന്ന കമ്പി ചുരുളിൻ്റെ അടുത്തൂടെ കാന്തിക മണ്ഡലം പോയി കഴിയുമ്പോൾ ആ കമ്പി ചുരുളിലൊരു വൈദ്യുതി ഉണ്ടാകും. അങ്ങനെ ഈ സെക്കൻഡറി കോയിലിൽ കോയിലിൻ്റെ ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു വൈദ്യുതി അവിടെ രൂപപ്പെടും. അപ്പോൾ ഇത് ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ കൂടിയ വോൾട്ടേജ് ഉണ്ടാകും, കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാകും. അപ്പം നമുക്ക് ഏത് വോൾട്ടേജ് ആണോ വേണ്ടത് അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിലായിരിക്കും അത് വൈൻഡിങ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇങ്ങനെ സെക്കൻഡിൽ 50 തവണ മാറുന്നത് കൊണ്ട് തന്നെ ഓരോ തവണയും അതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പം മുകളിലും താഴെ അങ്ങനെ നോക്കുക. മുകളിൽ ആദ്യത്തെ തവണ മുകളിലാണ് പോസിറ്റീവ് വരുന്നതെങ്കിൽ താഴെ നെഗറ്റീവും, അടുത്ത സൈക്കിളിൽ അത് മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവും ആയിരിക്കും. അങ്ങനെ അത് സെക്കൻഡിൽ 50 തവണ മാറിക്കൊണ്ടിരിക്കും. ഇനി ഡയോഡ് ഉപയോഗിച്ചാണ് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്നത്. ഇതാണ് ഡയോഡ്. എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും ഇങ്ങനെ ഡയോഡ് കാണും. നമുക്ക് കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർക്കായി ഞാനിവിടെ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഒരു സിൽവർ ലൈൻ കാണാം, അതാണ് അതിൻ്റെ നെഗറ്റീവ്, മറ്റേ സൈഡ് പോസിറ്റീവ്. അതിൻ്റെ സിമ്പലാണിത്. ഈ സിമ്പൽ കറക്റ്റ് നോക്കി വയ്ക്കണം. സിമ്പൽ ഉപയോഗിച്ചാണ് നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഡയോഡ് കണക്ട് ചെയ്യുന്ന രീതിയാണ് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. ഫോർവേഡ് ബയാസിൽ മാത്രമേ ഡയോഡ് വൈദ്യുതി കടത്തിവിടുകയുള്ളൂ. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് വശം ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അത് ഫോർവേഡ് ബയാസ് ആകുകയും വൈദ്യുതി കടത്തിവിടുകയും ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയാസിൽ നമുക്ക് കാണാം ഒരു ബൾബ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് തെളിയും, കാരണം അത് വൈദ്യുതി കടത്തിവിടും. റിവേഴ്സ് ബയാസിൽ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്തെ ഇത് പരസ്പരം വികർഷിച്ച് പോവുകയും അതൊരു താൽക്കാലികമായിട്ട് ഒരു ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇതൊരു സെമി കണ്ടക്ടറാണ്. ഒരു സൈഡിലോട്ട് മാത്രമേ വൈദ്യുതി കടത്തിവിടുകയുള്ളൂ. റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈദ്യുതി കടത്തിവിടുകയില്ല, അത് ബൾബ് തെളിയുകയില്ല. ഇനിയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് കുറച്ച് ഇപ്പോൾ ഒരു 12 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് ആക്കിയതിന് ശേഷം അപ്പോൾ അതൊരു AC ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊരു ബാറ്ററി ചാർജ് ചെയ്യാനൊന്നും വരില്ല. കാരണം AC വെച്ച് ഒരു കാരണവശാലും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ DC ആക്കി എടുക്കാനാണ് നമ്മൾ ഡയോഡുകൾ ഉപയോഗിച്ചൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്നത് കാണുമ്പം ആൾക്കാർക്ക് സംശയം വരും, ഇതിങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ കണക്ട് ചെയ്താൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആവില്ല. അത് ഓരോ തവണയും അത് മാറിയാണ് വൈദ്യുതി കടത്തിവിടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാം. അപ്പോൾ ACയുടെ ആദ്യത്തെ സൈക്കിളിൽ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് പോസിറ്റീവും താഴെ നെഗറ്റീവും വരുന്നു എന്ന് കരുതുക. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് പോസിറ്റീവ് വന്നു കഴിയുമ്പോൾ D2 ഫോർവേഡ് ബയാസ് ആകും. അപ്പം D2 ഫോർവേഡ് ബയാസ് ആയി കഴിയുമ്പോൾ അതുപോലെ തന്നെ D1ൻ്റെ നെഗറ്റീവ് സൈഡിലാണ് ഈ പോസിറ്റീവ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റിവേഴ്സ് ബയാസ് ആകുകയും അപ്പോൾ അത് വൈദ്യുതി കടത്തി വിടുകയില്ല. അതുപോലെ D2 കടത്തി വിടും.
അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് വന്ന് ഈ നെഗറ്റീവ് താഴത്തെ ലൈനിലാണ് വരുന്നതെന്ന് കരുതുക. അത് വന്ന് D3യുടെ നെഗറ്റീവ് സൈഡിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ D3 അതിനെ കണ്ടക്ട് ചെയ്യുകയും അതിൻ്റെ ഇവിടെ നെഗറ്റീവ് കിട്ടുകയും ചെയ്യും. അതേസമയം D4 റിവേഴ്സ് ബയാസ് ആകുകയും D4ൻ്റെ പോസിറ്റീവ് സൈഡിലാണ് നെഗറ്റീവ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പം D4 റിവേഴ്സ് ബയാസ് ആകുകയും അത് കടത്തി വിടുകയും വൈദ്യുതി കടത്തി വിടുകയില്ല. അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ ഈ ഔട്ട്പുട്ടിൽ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കിട്ടും. അപ്പോൾ ആ AC-യുടെ ആദ്യത്തെ സൈക്കിൾ, അതായത് സെക്കൻഡിൽ 50 തവണ നടക്കുന്നതാണ് ആദ്യത്തെ സൈക്കിളിൽ ഇങ്ങനെ. ഇനി രണ്ടാമത്തെ സൈക്കിൾ നോക്കുക. രണ്ടാമത്തെ സൈക്കിളിൽ മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവാണ് വരുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ നെഗറ്റീവ് വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഇതിൽ D1ൽ വന്നു കഴിയുമ്പോൾ D1ൻ്റെ നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ D1 ഈ നെഗറ്റീവിനെ കടത്തി വിടും. അങ്ങനെ ഇവിടെ നെഗറ്റീവ് കിട്ടും. അതുപോലെ ഈ പോസിറ്റീവ് വന്ന് D4ൻ്റെ പോസിറ്റീവിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ D4 പോസിറ്റീവിനെ കടത്തി വിടുകയും അവിടെ പോസിറ്റീവ് കിട്ടുകയും ചെയ്യും. അതുപോലെ D3യും D2വും ആ സമയത്ത് റിവേഴ്സ് ബയാസ് ആകും. കാരണം പോസിറ്റീവ് വന്ന് D3യുടെ നെഗറ്റീവിലാണ് ഹിറ്റ് ചെയ്യുന്നത്, അതുപോലെ നെഗറ്റീവ് വന്ന് D2ൻ്റെ പോസിറ്റീവിലാണ് ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് രണ്ടും റിവേഴ്സ് ബയാസ് ആകുകയും അത് കടത്തി വിടുകയില്ല. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ഇങ്ങനെ സെക്കൻഡിൽ 50 തവണ മാറുമ്പോഴും ഇവിടെ ഈ ഡയോഡുകൾ അതിനെ റെക്ടിഫൈ ചെയ്ത് ഡയറക്റ്റ് കറണ്ടാക്കി നമുക്ക് തരും. അപ്പം ഇത് പിന്നെ എന്തെങ്കിലും ഒരു AC-യുടെ അംശം ഉണ്ടെങ്കിൽ അതിനകത്ത് ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു IC 7815 14 വോൾട്ട് ചാർജർ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 7815ൻ്റെ ഒരു IC നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത് ലൈനിലുണ്ടാകുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് കേടാണ്. അതുകൊണ്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ICയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിനെ റെക്ടിഫൈ ചെയ്ത് എടുക്കുന്നത്. ഇതിനായിട്ടുള്ള ട്രാൻസ്ഫോമർ ഒരു പഴയ UPSൽ നിന്നാണ് എടുക്കുന്നത്. പഴയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. UPSനകത്ത് ആ സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അത് അഴിച്ചെടുക്കാം. അപ്പോൾ ആ നീലയും ചുവപ്പും കാണുന്നതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട്. അത് വണ്ണം കൂടിയതാണ് ഇൻപുട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ചെറിയ വയറുകളാണ് ഇൻപുട്ട്, അതാണ് സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതിൽ ബ്ലാക്ക് കോമൺ ആണ്, ബാക്കി ഓരോന്നും കണക്ട് ചെയ്യുമ്പം ഔട്ട്പുട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള വോൾട്ടേജുകൾ ലഭിക്കും. ആ സോക്കറ്റ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്ലാക്ക് കോമൺ ആണ്. ആദ്യം നമുക്ക് പച്ച വയർ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇത് തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ കത്തിപ്പോകും, അല്ലെങ്കിൽ വേറെ ഭയങ്കര അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മൾട്ടിമീറ്റർ AC റേഞ്ചിലിടണം. AC 200 എന്നുള്ള ഓപ്ഷനിലിട്ടാൽ മതി. ഒരു 6.8 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട്. പക്ഷേ 6.8 വോൾട്ടും കൊണ്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല. 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു 14 വോൾട്ടെങ്കിലും വേണം. അപ്പോൾ അടുത്ത് നമുക്കിനി മഞ്ഞ വയർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. അന്നേരം നമുക്കൊരു 7.8 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ഇനി നീല വയർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെയും കൂടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അതിന് ഒരു 9 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. 9 വോൾട്ട് എന്നാലും അത് നമുക്ക് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ പോരാ. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഒന്ന് അഴിച്ച് നോക്കാം. വൈൻഡിങ് അല്ല, അതിൻ്റെ ആ കവറിങ്, അതിനകത്തെ വൈൻഡിങ് എങ്ങനെയാണെന്ന്. അത് 2 വൈൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കത് സീരീസ് ആയിട്ട്, അതായത് ശ്രേണിയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് രണ്ടിൻ്റെയും കൂടെ വോൾട്ടേജ് ഒരുമിച്ച് കൂട്ടി കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന ഉദാഹരണം കാണിക്കാം. ഒരു ബാറ്ററിക്ക് 1.5 വോൾട്ടോളം കിട്ടുന്നുണ്ട്. 2 എണ്ണം കണക്ട് ചെയ്ത് കഴിയുമ്പം അതിനൊരു 2.8 അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വോൾട്ടേജ് ഒരുമിച്ച് കിട്ടും. അതുപോലെ ആക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അത് അഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് 2 വൈൻഡിങ് ആണ് വന്നത്, ഒരുമിച്ച് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ആ വൈൻഡിങ്. ആ ഒരു കണക്ഷൻ പൊട്ടിച്ചിട്ട് നമ്മളത് സീരീസ് ആയിട്ട്, അതായത് ശ്രേണിയായിട്ട് കണക്ട് ചെയ്യുകയാണ്.
അപ്പോൾ സീരീസ് കണക്ഷനിൽ ആംബിയർ കൂടുതൽ കിട്ടത്തില്ല, പക്ഷേ വോൾട്ടേജ് കൂടുതൽ. ഇപ്പോൾ 4 വയർ നമുക്ക് കാണാം. അപ്പോൾ അതിലേതാണ് സെയിം വൈൻഡിങ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് മൾട്ടിമീറ്റർ എടുത്തിട്ട് ബസർ റേഞ്ചിലിടണം. അതായത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു റേഞ്ചിലിട്ടിട്ട് നമുക്കതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കി അത് ഏതാണ് സെയിം വൈൻഡിങ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടിന്യൂറ്റി ഉള്ളത് വരുമ്പോൾ അതിനകത്തെ വാല്യൂസ് മാറും. ആദ്യത്തെ അവസാനത്തെ നോക്കിയിട്ടില്ല, രണ്ടാമത്തെ നടുക്കത്തെ ഇല്ല, ഒന്നാമത്തെ മൂന്നാമത്തെ ഒരു വൈൻഡിങ് ആണ്, അത് കാണാൻ പറ്റുന്നുണ്ട് വാല്യൂ മാറുന്നത്. അതുപോലെ രണ്ടാമത്തെ നാലാമത്തെ ഒരു വൈൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ നടുക്കത്തെ അതായത് 2ഉം 3ഉം അത് തമ്മിൽ കണക്ട് ചെയ്യുവാണ്, അത് സീരീസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് 1ഉം 4ഉം നോക്കുമ്പോൾ അതിൽ വോൾട്ടേജ് ഒരുമിച്ച് കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 11 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് ലൈനിൽ വോൾട്ടേജ് കുറവാണ്. 240 വോൾട്ട് വേണ്ടടുത്ത് 160 ഉള്ളത്, അതാണ് കുറഞ്ഞ് കാണിക്കുന്നത്. നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഡയോഡുകൾ വെച്ച് ആ ബ്രിഡ്ജിൻ്റെ രൂപത്തിൽ കണക്ട് ചെയ്യണം. അത് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം നോക്കണം, എന്നാലാണ് കറക്റ്റ് അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡയോഡുകൾ നമ്മളങ്ങനെ കണക്ട് ചെയ്തു. എന്താ ഡയഗ്രം നോക്കി ചെയ്താൽ മതി. ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് മുറുക്കിയെടുത്ത് പ്ലെയർ ഉപയോഗിച്ച്. ഇനി കപ്പാസിറ്റർ ഞാൻ എടുത്തിരിക്കുന്നത് 2200 μF 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. അത് ഞാൻ സോൾഡർ ചെയ്യുന്നതിന് പകരം അതിനൊരു ഇതെടുത്തിട്ടുണ്ട്, ഒരു സോക്കറ്റിലേക്ക് അത് കയറ്റി വയ്ക്കാൻ പാകത്തിന്. അപ്പോൾ നമ്മളത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയില്ല. അതിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്നതെല്ലാം സർക്യൂട്ട് ഡയഗ്രത്തിലുണ്ട്, അത് നോക്കണം. ഇതിൻ്റെ നെഗറ്റീവ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ബ്ലാക്ക് സ്ലീവ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സോക്കറ്റേൽ. അത് കപ്പാസിറ്റർ, ഇതൊരു ഫിൽറ്റർ കപ്പാസിറ്ററാണ്, അത് അതിലോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മളൊരു IC എടുത്തിട്ടുണ്ട്. ഇതാണ് ആ റെഗുലേറ്റർ IC 7815 നമ്പറിലുള്ള IC. ഇതിനൊരു ഹീറ്റ് സിങ്ക് ഉണ്ട് പുറകിൽ, ഒരു വെള്ളി നിറത്തിൽ കാണുന്നത്. അത് പോരാ, ഇത് നന്നായിട്ട് ചൂടാകും. അപ്പോൾ ഞാനിത് TVയുടെ ബോർഡാണ്, അത്തയിലുള്ളൊരു ഹീറ്റ് സിങ്ക് എടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ICകൾ വെച്ചിരിക്കുന്ന ഒരു ഹീറ്റ് സിങ്കാണ്. അത് വെച്ചിട്ട് അത്രയും വലിയ ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമില്ല, നമ്മളത് കുറച്ച് മുറിച്ചെടുക്കുക. ഇത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറ്റ് ഇത്തയിലോട്ടും കൂടെ പതുക്കെ ട്രാൻസ്ഫർ ആയി പോയിക്കോളും. അതിൻ്റെ ഒരു പകുതിയല്ല, ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്ത് നമ്മൾ അത്തയിലേക്ക് ഇത് സ്ക്രൂ ചെയ്ത് വെച്ചു. ഇതിനും നമ്മളൊരു സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനത് സോൾഡർ ചെയ്യാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. സോക്കറ്റിലേക്ക് വെച്ചു. ഇനി ഇത് എടുത്തായിരുന്നു, അത് അതിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ വോൾട്ടേജ് നോക്കണം. അതുപോലെ ഈ IC നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണം. ഈ IC ഒക്കെ ജോയിൻ ചെയ്യുമ്പം ഡയഗ്രം നോക്കി മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിനകത്ത് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഓരോ വശങ്ങളും ഇതെല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് നോക്കാം. ബ്ലാക്കും യെല്ലോയുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. .6 വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കഴിയുമ്പോൾ കപ്പാസിറ്റർ ഊരിയിട്ട് അതിൻ്റെ വോൾട്ടേജ് നോക്കാം. കപ്പാസിറ്റർ വയ്ക്കുമ്പോൾ വോൾട്ടേജ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കപ്പാസിറ്റർ എടുത്തു കഴിയുമ്പോൾ 10, കപ്പാസിറ്റർ വെച്ചപ്പോൾ നമുക്ക് 15 കിട്ടുന്നുണ്ടായിരുന്നു. ഇത് കപ്പാസിറ്റർ വയ്ക്കുമ്പോൾ കുറച്ച് വോൾട്ടേജ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. കപ്പാസിറ്റർ വയ്ക്കാതെ വരില്ല, കപ്പാസിറ്റർ വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ആ IC നമ്മൾ 7815 കോഡിലുള്ള IC നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ പോസിറ്റീവ് വരുന്നിടത്തേക്ക് അതിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യണം. അതുപോലെ നെഗറ്റീവിലേക്ക് അതിൻ്റെ കോമൺ കണക്ട് ചെയ്യണം. അതിൻ്റെ ഔട്ടെന്ന് പറഞ്ഞ ഇതിൽ നിന്ന് ഔട്ട് എടുക്കണം. അത് കറക്റ്റ് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കറക്റ്റ് നമുക്കറിയാം. അതിൻ്റെ വലത് സൈഡിൽ വരുന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ട്, ഇടത് സൈഡിൽ വരുന്ന ഇൻപുട്ട്. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് അത് ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് വെച്ച് നന്നായിട്ട് പ്ലെയർ ഇട്ട് ടൈറ്റ് ചെയ്യാം. സോൾഡർ ചെയ്യുന്നില്ല, കാരണം അതൊരു അലൂമിനിയം വൈൻഡിങ് ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്.
അതുപോലെ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ ഡയോഡുകൾ മേടിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മേടിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് എളുപ്പമുണ്ട്. ജസ്റ്റ് ചുമ്മാ കണക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. നമുക്കതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. മറ്റേ ICയിൽ നിന്ന് വരുന്ന ഇതിലേക്ക് പോസിറ്റീവും പിന്നെ നെഗറ്റീവ് കോമൺ 12.4 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു വയർ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുവാണ്. അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള നീളത്തിലെടുക്കാം. ഞാൻ ഇച്ചിരി നീളം കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ജോയിൻറ്റ് ചെയ്യണം. ഞാനിത് ഇൻസുലേറ്റ് ചെയ്യാനായിട്ടെല്ലാം സ്ലീവ് ഇട്ടാണ് ഇൻസുലേറ്റ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടാകാനും അത് കത്തിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് സ്ലീവ് ഇട്ട് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യണം. കാരണം പിന്നെ ഇത് ചൂടാകുന്ന ഒരു ഇതാണ്. ഇതിനൊരു പെട്ടി ഞാൻ തൽക്കാലം ഒരു തേനീച്ചപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. തേനീച്ചപ്പെട്ടിക്കകത്തേക്ക് വെച്ച് നമ്മളത് സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കാം. ഓപ്പണായിട്ട് വയ്ക്കുന്നത് അത്ര സേഫ് അല്ല, അതുകൊണ്ടാണ്. തടിപ്പെട്ടി ഇതിന് ചേർന്നതല്ല, കാരണം ഇത് ചൂടാകുന്നതാണ്. ഇതിനകത്തെ ഇത് ഐറ്റംസ് എല്ലാം ഇരുമ്പിൻ്റെ പെട്ടിയാണ് നല്ലത്. ഒരു ഫാനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അതിനകത്തെ മിച്ചമുള്ള വയറുകളൊക്കെ നമുക്കൊന്ന് അതും സ്ലീവ് ഇട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് വയ്ക്കാം. കപ്പാസിറ്റർ IC അതെല്ലാം ഓരോ സൈഡിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തടിയിലോട്ട്. ഇനി ഔട്ട്പുട്ട് വയർ നന്നായിട്ടൊന്ന് ഒരു കെട്ടിട്ടെടുക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോരും. കെട്ടുണ്ടെങ്കിൽ അവിടെ അത് ഉടക്കി അല്ലെങ്കിൽ തട്ടി നിന്നോളും. ഇനി ആ പെട്ടി നമ്മൾ വേറൊരു പലക വെച്ച് അടച്ചെടുക്കുകയാണ്. അതൊന്ന് ആണി അടിച്ച് വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്കതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ DC റേഞ്ചിലിടണം. DC 20 ഇട്ടാൽ മതി. കാരണം ചെറിയ 12 വോൾട്ടല്ലേ 14 വോൾട്ടൊക്കെയാണ്. 14.8 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമുക്കത് വെച്ചൊരു 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാം. ചാർജർ ഏതായാലും റെഡിയായി. ഒരു 12 വോൾട്ട് ബാറ്ററി, ഇതും UPSൻ്റെ തന്നെ ബാറ്ററിയാണ്. ഇത് ഞാൻ നേരത്തെ ഒന്ന് റിപ്പയർ ചെയ്തെടുത്താണ്. ഇതുകൊണ്ട് ഒരു 9 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കൊടുക്കണം. റെഡ് വയർ ഞാൻ പോസിറ്റീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് വയർ നെഗറ്റീവ്. ഒരു 12.46 വോൾട്ടേജ് കാണിക്കണം. അപ്പോൾ ഇത് ചാർജ് ആകുന്നുണ്ട്. പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്തപ്പോൾ തന്നെ ഒരു 11.5 വോൾട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ചാർജ് ചെയ്താൽ നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വിജയകരമായിട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 12 വോൾട്ട് ബാറ്ററി ചാർജർ ഉണ്ടാക്കി. അത് വെച്ച് നമ്മൾ ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയകരമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.